പിടിച്ച് കള താടിയില്ലാത്തവന് താടി വളരാൻ വേണ്ടി തന്നെ തുറടാ. ഓ അത് ഏകദേശം വന്നു. ഇതാണ് എൻ്റെ അവിടെ പഠിച്ച എൻ്റെ ഓൾഡ് ഫ്രണ്ട്. എന്താടാ നാളോടാ വന്ന് കയറിയില്ല, അതിന് മുമ്പ് ഫുഡ് അടി തുടങ്ങി. കഴിച്ചല്ലേ ഒരു സ്റ്റെപ്പ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് കുറേ പണിയുണ്ടായിരുന്നു. പണി മീൻസ് കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ മാറ്റി വെച്ചു, കുറേയൊക്കെ ഇന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് കുറേ വ്ലോഗൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതൊന്നും നേരെ സക്സസ് ആയില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം വ്ലോഗ് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പം അതൊരു രസമില്ല. അതുകൊണ്ട് നൈസായിട്ടെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു 3-4 വീഡിയോ തന്നെ വ്ലോഗ് ചെയ്യാൻ ഇതേപോലെ എടുത്ത് കളഞ്ഞായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിരുന്നു എടുത്ത് കളഞ്ഞ. പിന്നെ ഇതും എനിക്ക് എങ്ങനെ മാത്രം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഇപ്പം സമയം ഒരു 8:30 ആയിട്ടുണ്ട്. രാവിലെ കുറേ എഡിറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് മറ്റേതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് സ്പേസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്ത വ്ലോഗുമായിട്ട് വന്നേക്കുകയാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പുറത്ത് രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല, ഞാൻ കാണിച്ചായിരുന്നു. ഗൈസ്, അപ്പോൾ കണ്ടില്ല നല്ല മഴയൊക്കെ ആയിരുന്നു രാവിലെ. ഇപ്പം ഫുള്ള് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഗൈസ്, അപ്പോൾ നമ്മളിതാ കുടുക്കയുണ്ടല്ലോ, കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടു. ഇതിൽ കുടുക്കയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. കുടുക്ക ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് മറ്റേ പെയിൻറ്റിൻ്റെ എന്തോ ടിന്നർ എന്തോ സംഭവം വന്നതാണ്. കാറിൻ്റെ പെയിൻറ്റ് അടിച്ച സമയത്തുള്ള എന്തോ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരുന്നു ഞാൻ പൈസ ഇട്ടിരുന്നത്. ഇപ്പം കുറച്ച് പൈസയൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തിരുന്ന പൈസകൾ. ഞാൻ ചില്ലറയൊക്കെ കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇതിൻ്റെ അകത്തിരുത്ത് ഇടുമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയും കിടക്കണം. പിന്നെ ഡേറ്റ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം 1/9/2023. പിന്നെ ഇത് എല്ലാം കൂടെ ഇളക്കിയിട്ട് കാണിച്ചു തരാം. എത്ര രൂപയൊന്നും കൂടെ എണ്ണിയിട്ട് കാണിച്ചു തരാവേ. 10ൻ്റെ ഉണ്ട്, 5ൻ്റെ ഉണ്ട്, 1, 2 ഉണ്ട്. നോക്കട്ടെ. ഗൈസ്, അപ്പോൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. 2 രൂപ, 1 രൂപ, 5, 10 ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫുള്ള് എണ്ണി കൂട്ടണം. ഗൈസ്, ടോട്ടൽ എമൗണ്ട് ഫുള്ള് കൂട്ടിയിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 327 രൂപ ടോട്ടൽ. 10ൻ്റെതും 5ൻ്റെയും 2ൻ്റെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും മാച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്, ഇത് കണ്ട പുതിയൊരു റിംഗ് ലൈറ്റ് എടുത്തതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പട്ടിഷുവാണ്, ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ മൈക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഫാനിങ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇവിടെ ബെഞ്ചിൻ്റെ അവിടെയൊക്കെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സനുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം. പിന്നെ അവനൊരു കൊറിയറും കൂടെ ഉണ്ടായിരുന്നു, അതും കൊണ്ട് കൊടുക്കണം. വെളുത്തിട്ട് മാറാൻ വേണ്ടി അൺബോക്സിങ് പറയടായി വലിച്ചു പിടിച്ച് കള. താടിയില്ലാത്തവന് താടി വളരാൻ വേണ്ടി തന്നെ, മോക്കൊരു മാറാനല്ല. കുട്ടി എങ്ങനെ ഉപയോഗിക്കണേന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് കാണും. ഞാനില്ലേ പിന്നെ എങ്ങനെ നീ ഇത് ചെയ്യും? ഇനി M4 വീഡിയോ ഇരുന്ന് കാണും. ഭയങ്കര പണി. പായസത്തിനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ. ഗൈസ്, റെഡി ആക്കുന്നത്
എന്താ തുറടാ ഇത് വരട്ടിക്കോ പെട്ടെന്ന് ആക്കടേ ഇളക്കടാ ഇങ്ങനെയാണ് ആക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഒട്ടാതിരിക്കാനല്ലേ തറയിൽ തറയിലല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ബോറടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് അവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശിഷ് ഇതാ ഇവിടെ കളിക്കുകയാണ്. ആശിഷും മീനാക്ഷിയും കൂടെയാണ് ഇത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ അളിയനും ചേച്ചിയും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ അപ്പുറത്ത് കോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇത്ര ആഴമുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ അപ്പുറത്ത് പോയിരുന്നെങ്കിൽ എടുക്കാൻ പോലും പറ്റില്ല, കറങ്ങി വരേണ്ടി വരുമായിരുന്നു. ഇത് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ബാറ്റും ഒക്കെ വെച്ചിട്ട് ആ കോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം കോക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സദ്യ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞമ്മയൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സദ്യയ്ക്ക് മിക്ക കറികളും കൂട്ടാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വിളമ്പിയതിന് ശേഷം എനിക്ക് കഴിക്കണം. എനിക്ക് മാത്രമല്ല നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കസിൻസും എല്ലാവരും കൂടെ ആയിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അളിയനും ചേച്ചിയും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും നമ്മൾ ഷട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അളിയനും അതോടൊപ്പം തന്നെ ആശിഷും കൂടെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സനുവും മീനാക്ഷിയും കൂടെ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബാക്കിയുള്ള കസിൻസും എല്ലാവരും ചുമ്മാ സൈഡിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണത്തിന് പോകണം. എന്താടാ കാണിക്കുന്നത്? ഓ അത് ഏകദേശം ഒന്നും കൂടെ കാണിച്ചു അവൻ്റെ കൂടെ. എന്റെ മൂക്കിലാടാ, മൂക്കില്. നീ ഒന്നും കൂടെ കിട്ടിയില്ല. ഗൈസ് മഴ മുകളിൽ എന്താ എവിടെ എടുത്തെറിയുന്നത്? മൊത്തറിയില്ല. പിന്നെ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൽ ആമ്പലൊക്കെ അവിടെ പൂത്തിരിക്കുന്നുണ്ട്. പിന്നെ മഴക്കോളം ഉണ്ടാട്ടോ, കണ്ടില്ലേ? പിന്നെ നമ്മളെല്ലാ കസിൻസും കൂടെ ഒരുമിച്ച് ഇതേപോലെ സെറ്റോ അല്ലെങ്കിൽ കള്ളനും പോലീസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കള്ളനും പോലീസും കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഫസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സോൾജിയറാണ് കിട്ടി, 200 ആണ് പോയിൻ്റ്. അപ്പോൾ അതവിടെ മാർക്കൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ ആണ്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം. എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്. ഇതവിടെ കണ്ടില്ലേ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 2000 years later. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ സനുവിൻ്റെ വീട്ടിലുള്ള കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള ചെറിയൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും അവിടെ വരും. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് വരും. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ്. ഇനി ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് വെച്ചിട്ട് പോകും. ഇനി എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. പിന്നെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ വന്ന് എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ ഈ ജാവ. സംഭവം കൊള്ളാം. അങ്ങനെ അതിലും വന്ന് നേരെ നമ്മളിതാ ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇരിപ്പും ഒക്കെ ആയി. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം നമ്മൾ അകത്ത് കയറി അവൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പറ ലുക്കാണ് നിങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതാണ് എൻ്റെ അവിടെ പഠിച്ച എൻ്റെ ഓൾഡ് ഫ്രണ്ട്. എന്താടാ നാളോടാ. പിന്നെ നമ്മൾ അകത്ത് കയറാതെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇനി 2 ഫ്രണ്ട്സും കൂടെ വരാനായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇതാ വെയിറ്റിംഗ് ആണ്. പിന്നെ അവിടെ പെണ്ണും ചെറുക്കൻ്റെയും കാർ ഇവിടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെയൊക്കെ നടക്കുകയാണ്. പിന്നെ നമ്മൾ വന്നത് കുറച്ച് നേരത്തെ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം വേറെ ആരും വന്നിട്ടില്ല അവിടെ. വന്ന് കയറിയില്ല, അതിന് മുമ്പ് ഫുഡ് അടി തുടങ്ങി. കഴിച്ചല്ലേ ഒരു സ്റ്റെപ്പ് കണ്ടോ എൻ്റെ ഫാൻസ്. ഇവരെ കഴിക്കാനുണ്ടോ വന്ന്? ഇതൊക്കെ ആ കുപ്പിയിലെന്തിര് ഗ്ലാസ്സിൽ
ഇത് മാനെ കേറാ ആ അതാ വന്ന് കയറിയില്ല അതിന് മുമ്പേ തീറ്റി കിടായി സ്റ്റാൻഡ് എടുക്കുക സ്റ്റാൻഡ് എടുക്കുക അത് തന്നെ ഇവരെ വിളിച്ചല്ലോ എന്നാണ് വൃത്തി വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നതിന് ശേഷം എന്താ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ വെച്ചായിരുന്നു ചേട്ടൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാരേജ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അകത്ത് AC ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കയറി നിന്നതിന് ശേഷമായിരുന്നു നമ്മളിതാ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടത്. എന്തായാലും കല്യാണത്തിന് വന്നതിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നേരെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പം വന്നിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് എടുക്കാമല്ലോ, അത് സൈഡിൽ കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ നേരെ അവിടെ വന്ന് ഇരുന്ന് കഴിച്ചു തുടങ്ങാനായിട്ടുള്ള പ്ലാനിലാണ്. പിന്നെ എല്ലാവരും വന്ന് ഇരിപ്പുണ്ട്. പിന്നെ ഇവ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇവ ഇതുവരെയായിട്ട് എൻ്റെ വ്ളോഗിൽ വന്നിട്ടില്ല. പിന്നെ ഫുഡും കഴിച്ചതാ ഇവിടെ വന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തിന്നതൊക്കെ ദഹിക്കണ്ടേ. പിന്നെ വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം ഇവിടെ പോപ്കോണും പിന്നെ ടീയും ഐസ്ക്രീമൊക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് പോപ്കോണും അതോടൊപ്പം തന്നെ ഐസ്ക്രീം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പോവും. പിന്നെ അവൻ്റെ അഭിഷേകിൻ്റെ ഫ്രണ്ടും കൂടെ വരാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.